മനുഷ്യൻ സ്നേഹത്തെ നേരിടുന്നത് തന്നെയാണ് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഇഷ്യൂ എന്ന് എനിക്ക് തോന്നുന്നു. മറ്റേത് ജീവിയേക്കാളും മനുഷ്യനിന്ന് ജീവിക്ക് നേരിടേണ്ടി വരുന്ന ഏറ്റവും കുഴപ്പം പിടിച്ച ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രതിഭാസമാണ് സ്നേഹം. അത് വാസ്തവത്തിൽ മറ്റു ജീവികൾക്കൊക്കെ സ്വാഭാവികമായി അവർ ജീവിക്കാൻ വേണ്ടി തേടുന്ന അല്ലെങ്കിൽ ഒരു ഇണതേരാനും ഒരു സന്തതി ഉണ്ടാക്കാനും വേണ്ടി മാത്രമുണ്ടാവുന്ന റിലേഷൻഷിപ്പുകൾക്കപ്പുറം മനുഷ്യജീവി ഈ സ്നേഹത്തിൻ്റെ ഒരു വലിയ വികാര പ്രപഞ്ചം തന്നെ ഈ ലോകത്തുണ്ടായിരിക്കുന്നു അല്ലേ? ഞാൻ പറഞ്ഞ സ്ത്രീ പുരുഷ ബന്ധം എന്നുള്ളത് മാത്രമല്ല, മറ്റെല്ലാ ബന്ധങ്ങളിലും ഉള്ളത്. അതിനെക്കുറിച്ചാണ് നമ്മുടെ എല്ലാ കവിതകളും കാവ്യങ്ങളും എല്ലാം പാടുന്നത്. അപ്പോൾ ഇതൊരു വളരെ ഒരു കുഴപ്പം പിടിച്ച ഒരു വലിയ ഒരു ഡീപ്പായിട്ടുള്ളൊരു പ്രതിഭാസമാണ്. ഇത് തന്നെയാണ് എന്നെ ആകർഷിക്കുന്നത്. എന്താണതിൽ മനുഷ്യൻ ഒരു മീനിങ് കണ്ടെത്താൻ ശ്രമിക്കുന്നത്? ഇതിൻ്റെ സത്യം എന്താണ്? ഇതിലൂടെ ഉണ്ടാവുന്ന മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെ എന്ന് വെച്ചാൽ വളരെ ഒരു ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ രീതിയിലല്ലാതെ സന്ദേഹങ്ങളോടുകൂടി തന്നെ അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്ന കഥകളാണ് എനിക്കിഷ്ടം. പക്ഷെ അതിൽ തന്നെയും എന്നെ യഥാർത്ഥത്തിൽ ഞാൻ കാണുമ്പോഴോ അല്ലെങ്കിൽ പറയാൻ ആഗ്രഹിക്കുമ്പോഴോ എന്നെ കണ്ണ് നനയിക്കുന്ന ഒരു ഘടകം ഹ്യൂമൻ ഡിഗ്നിറ്റിയുടെ വിഷയമാണ്. മനുഷ്യൻ്റെ ആത്മാഭിമാനത്തെ സ്പർശിക്കുന്ന, പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ ആത്മാഭിമാനം തകരുന്ന ഒരു മോമെൻ്റ് ഏറ്റവും വേദനാജനകമാണ്. അതൊരു ഭിക്ഷക്കാരൻ്റെ ആത്മാഭിമാനം തകരുന്നത് പോലും നമുക്ക് കാണുമ്പോൾ നമുക്ക് ഒരു വിഷമം തോന്നും. പക്ഷേ ഇന്നത്തെ നമ്മളുടെ ജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ വളരെ വളരെ കോമൺ ആയിരിക്കും. സോ ദിസ് ഈസ് എൻ ആസ്പെക്റ്റ് വിച്ച് ബോദേഴ്സ് മീ. നമ്മളുടെ ഹ്യൂമൻ ഡിഗ്നിറ്റിയുടെ ഫെയിലിയർ, അതുപോലെ തന്നെ റിലേഷൻഷിപ്പുകളിലുണ്ടാവുന്ന അകൽച്ചകൾ, വിള്ളലുകൾ, ഏകാന്തതകൾ, ഇതൊക്കെയാണ് എന്നെ ശരിക്കും ബോദർ ചെയ്യുന്ന വിഷയങ്ങൾ.